ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ആൻഡ് ദെയർ എനർജി റൈറ്റ് നൗ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ്, ഫീലിങ്സ് എന്തൊക്കെയാണ്, കറണ്ട് എനർജി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, റിഗ്രറ്റാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ വാക്കുകളാലോ അല്ലെങ്കിൽ പ്രവൃത്തിയാലോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളോട് സോറി പറയുന്നൊരു മൊമെൻറ്റാണിത്. ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ റിഗ്രറ്റ് ഫീലിങ്സിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കാം. ആൻഡ് അവർ ഒരുപാടായിട്ട് ഈ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ഇനി കഴിയില്ല. അതുകൊണ്ട് അവർ അവരുടെ ജീവിതത്തിൽ ഒരു പീസ് ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റാണ്. അതുകൊണ്ട് അവർ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഇപ്പോൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടാവാം. പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ, ടുമോറോ, ഫോർ എവർ. അതായത് അവർക്ക് അത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഇപ്പോഴെന്നല്ല, എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. റീയൂണിയൻ കാണുന്നുണ്ട്. ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് അഗൈൻ. ഒന്നുകൂടി റിലേഷൻഷിപ്പ് തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യുവർ ഡൗട്ട് ഈസ് കില്ലിങ്. ഓക്കെ, അവരെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്ത് പോയിട്ടുണ്ടാവാം. അത് നിങ്ങൾക്കിടയിലുള്ള ട്രസ്റ്റ് ഇല്ലാണ്ടാക്കി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആ ഒരു വിഷമം ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ വാട്ട് നെക്സ്റ്റ്? യു ആർ മൈ ഓക്സിജൻ, ഇമ്പോസിബിൾ ടു സ്റ്റേ അലൈവ് വിതൗട്ട് യു. അവരെന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഭയങ്കര ഇമോഷണലി അവർ നിങ്ങളോട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ഓക്സിജനാണ്, അവർക്ക് നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആൻഡ് ദർ ഈസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദ ഓൺലി വൺ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ അവരിലൊരു ഡൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളാണ് കൂടുതൽ പേരുമെന്നാണ് മനസ്സിലാവുന്നത്. റിപ്പീറ്റായിട്ട് അവർ ആ ഒരു കാര്യമാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിട്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ആ ഒരു പേരിൽ നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്തു സെപ്പറേഷനിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യമാണ്. നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയുമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല. നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് 24/7 എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമീപ്യം അവർക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. എത്ര തരത്തിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായാൽ പോലും നിങ്ങളെ അവരുടെ ലൈഫിൽ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്, ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണെന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, ഐ ആം സെൽഫിഷ്, ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ്. പല കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവർ കൂടുതലായിട്ടും സെൽഫിഷാണ്. നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത്രയും മിസ് ഫീലിങ്സ് ആണ് അവർക്കുള്ളത്. ഒരുപാട് ഇമോഷൻസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളെ ഒന്നിച്ച് അവരുടെ ലൈഫ് പാർട്ണറായിട്ട് സ്വീകരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മാരേജ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് എന്താണ്, അവരുടെ ഡെയിലി ലൈഫിൽ ഒരു കാര്യങ്ങളിലേക്കും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അത് അത്രയും ഡിഫിക്കൽട്ട് ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ
ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അവർക്കിപ്പോൾ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് തോന്നുന്ന ഒരു സമയമാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയിറ്റ് എന്നുള്ളതാണ്. ഇനിയും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. മേ ബി അവർ കരയുന്നുണ്ട്. ഓക്കെ, അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പോൾ റിലേഷൻഷിപ്പിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ വന്നു പോയതാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ കാരണമായിട്ട് അവർ കണക്കാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യണുണ്ട്. ആൻഡ് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ്, യു ആർ മൈ വേൾഡ്. നിങ്ങളെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. കാരണം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പ് സോൾ കണക്ഷൻ അവർക്ക് എപ്പോഴും ഫീൽ ആവുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഒരു കാര്യങ്ങളും അവർ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു പ്യുവറായിട്ടുള്ള ലവ് മാത്രമാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഐ ഫീൽ ജെലസ് ആൻഡ് ആങ്കർ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി. ഓക്കെ, നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ജെലസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ കാര്യം ആ ഒരു ജെലസും ആങ്കറും ഒക്കെ അവർ നിങ്ങളോട് കാണിക്കുന്നത് ആ ഒരു കാര്യം കൊണ്ടാണെന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവർ ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഡൗട്ട് മാത്രമായിട്ടത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവരിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ, ബി മൈൻ ഓൺലി. ഓക്കെ, അവരുടെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അവരുടേതായി മാറുക എന്നുള്ളൊരു മെസ്സേജാണ് ഫൈനലായിട്ട് നമുക്ക് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് പറയാം. ലെറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ ലെറ്റർ എം, ലെറ്റർ ഐ, ലെറ്റർ യു, ലെറ്റർ പി, ലെറ്റർ ഇ, ലെറ്റർ ടി, ലെറ്റർ എ, ലെറ്റർ ഐ, ലെറ്റർ എച്ച്, ലെറ്റർ എൽ, ലെറ്റർ ഒ, ലെറ്റർ കെ ആൻഡ് ലെറ്റർ എൻ. ഈ ലെറ്റേഴ്സിനെല്ലാം ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, ഡിസംബർ, ജനുവരി, സെപ്റ്റംബർ ഈ മാസങ്ങൾക്ക് ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ 2, 27, 31, 22, 12, നമ്പർ 34 ഈ നമ്പേഴ്സിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ടോക്കറ്റീവായിട്ടൊരു പേഴ്സണാണ്. മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം. ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹീലേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. ആയില്യം, ഉത്രാടം, അശ്വതി, രോഹിണി, പൂയം, ഉത്രം, ചോതി, അനിഴം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.